സർക്കാർ കരാറുകളിൽ മുസ്ലിം സംവരണം ഏർപ്പെടുത്തി കർണാടക സർക്കാർ 2 കോടിയിൽ താഴെയുള്ള കരാറുകളിൽ 4% സംവരണം. തീരുമാനത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കോൺട്രാക്റ്റിലല്ലേ? അപ്പോൾ ആ സംവരണത്തിന്റെ പശ്ചാത്തലം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? ആശ്മി, നേരത്തെ കർണാടക ബജറ്റിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഇത് കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങിപ്പോകും, ഇതൊന്നും പ്രാവർത്തികമാകില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായിരുന്നത്. കാരണം മുസ്ലിം വിഭാഗത്തിന് മാത്രമായൊരു സംവരണം 4% സംവരണം ഏർപ്പെടുത്തുമ്പോൾ അത് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതൊരു ഹലാൽ ബജറ്റ് എന്നൊക്കെയാണ് BJP അന്ന് വിമർശിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു കടലാസിൽ ഒതുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു ബജറ്റ് പ്രഖ്യാപനം എന്ന രീതിയിൽ മാത്രം ഒതുങ്ങിപ്പോകുമെന്ന് കരുതി. പക്ഷേ ഇന്നലെ ഈ ഒരു ക്യാബിനറ്റ് യോഗം ചേർന്നപ്പോഴാണ് ഇന്നലെ രാത്രി ഈ ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് സർക്കാർ കോൺട്രാക്റ്റുകളിൽ 4% സംവരണമാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനായി റിസർവ് ചെയ്തിരിക്കുന്നത്, സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് 2 കോടിയിൽ താഴെ വരുന്ന പ്രൊജക്റ്റുകൾക്കാണ്. പ്രധാനമായും ഈ ബജറ്റിന് മുൻപ് ചില മുസ്ലിം സംഘടനകളും ഒപ്പം തന്നെ മുസ്ലിം കോൺട്രാക്ടേഴ്സിൻ്റെ ഒരു അസോസിയേഷനും ഒക്കെ ചേർന്നിട്ട് ഇത്തരത്തിൽ തങ്ങൾക്ക് മതിയായിട്ടുള്ള കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നില്ല, പലപ്പോഴും തങ്ങൾക്ക് കോൺട്രാക്റ്റുകൾ തള്ളിപ്പോവുകയാണ്, തങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു ക്യാബിനറ്റ് ഈ ഒരു ബജറ്റിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതിന് വലിയ വിമർശനമൊക്കെ ഉയർന്നപ്പോൾ അത് അത്തരത്തിലുള്ളൊരു റിസർവേഷൻ അല്ല, പഠിച്ച ശേഷം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ സാവധാനം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അറിയുന്നതനുസരിച്ചാണ് എങ്കിൽ ആ ഒരു ഭേദഗതി ഉടൻ തന്നെ വരുന്നുണ്ട്. അതായത് KTPP ആക്റ്റിൽ പുതിയൊരു വിഭാഗം കൂടി ചേർത്ത്, പുതിയൊരു സെക്ഷൻ കൂടി ചേർത്ത മുസ്ലിങ്ങളെ മാത്രം അതിൽ ഉൾപ്പെടുത്തി ആ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു സംവരണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു കർണാടക സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു രീതി എന്നാണ് BJP വിമർശിച്ചിരിക്കുന്നത്. വലിയൊരു വിമർശനം ഇപ്പോൾ തന്നെ ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഈ തീരുമാനത്തിനെതിരെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് മാത്രം ഒരു റിസർവേഷൻ കൊടുക്കുക. നേരത്തെ SC/ST വിഭാഗത്തിന് ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ OBC വിഭാഗത്തിന് എന്നുള്ള തരത്തിൽ ആ ഒരു റിസർവേഷനിൽ അങ്ങനെയും ഒരു ഉപവിഭാഗവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുസ്ലിം കോൺട്രാക്ടേഴ്സിന് മാത്രം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് മാത്രം ഒരു റിസർവേഷൻ എന്നുള്ള തരത്തിലേക്ക് മന്ത്രിസഭാ യോഗം കൂടി അത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരും. ഇനിയും പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അതിനുണ്ടായി വരും. ഹാഷ്മി, ഓക്കെ, ഉറപ്പായും അത് വലിയ രാഷ്ട്രീയ ചർച്ചയും വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാനിടയുള്ള തീരുമാനം തന്നെയാണത്. അത് നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് കർണാടക ഡെവലപ്പ് ചെയ്യുന്നത്. നേരത്തെ SC/ST സംവരണം ഉണ്ടാകുന്നു, കൂട്ടത്തിലേക്ക് മുസ്ലിം സംവരണം കൂടി കൊണ്ടുവരികയാണ് കർണാടക സർക്കാർ.